അതിൽ പറ പേരെന്താണ് പറഞ്ഞിന്റെ? വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ അല്ലെ? ഓക്കെ. വിഷ്ണുപ്രിയ കുറെ രാജ്യങ്ങൾ ഉണ്ട്. അതിൽ റാൻഡം ആയിട്ട് വിഷ്ണുപ്രിയ സെലക്ട് ചെയ്ത ഒരു രാജ്യം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് എന്റെ കയ്യിലൊരു റോക്കറ്റാണ്, പിടിച്ചോ. ഈ റോക്കറ്റില് ആ രാജ്യത്തേക്ക് പോകാന്ന് വിചാരിക്കുക. ആ രാജ്യം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. ഏതായിരുന്നു ആ രാജ്യം? പറയൂ. അതിൽ പറയും. ജർമ്മനി. ഇവൻ തുറന്നു നോക്കൂ. ഓക്കെ. ദൃശ്യം ചെയ്യേണ്ടത്, ഒരു ടൂറ് പോകാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കുറെ രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് ഒരു രാജ്യം ദൃശ്യ പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ. ആ രാജ്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരു രാജ്യം ഉണ്ടാവും, ഒരു വിദേശ രാജ്യം മനസ്സിലുള്ള ആ ഒരു രാജ്യത്തിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. ആ രാജ്യത്തിന് ഓരോ അക്ഷരങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന്റെ ഫസ്റ്റത്തെ അക്ഷരം മാത്രം മനസ്സിൽ കൊണ്ടുവരാം. ജസ്റ്റ് എന്റെ ഫിംഗർ ഒന്ന് തൊടും, കണ്ണിക്കാൻ നോക്കൂ. അക്ഷരങ്ങൾ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. ABCD FGH. ഓക്കെ. ആ രാജ്യത്തിന് ദൃശ്യം അവിടെ പോയി ഇറങ്ങിയെന്ന് വിചാരിക്കുക. ആ രാജ്യത്തിന് ആ രാജ്യങ്ങളൊക്കെ കാണുമെന്ന് വിചാരിക്കുക. മനസ്സിലുള്ള രാജ്യം ഇപ്പോ ഫ്രാൻസ് അല്ലേ? പേര് നിങ്ങളെ ഇഷ്ടമുള്ള ഒരു പേര് മനസ്സിൽ വിചാരിച്ചോളൂ. മാജിക്കാണ്. മനസ്സിൽ വിചാരിച്ചില്ലേ പേര്? ആളുടെ രൂപവും പേരും ഒക്കെ മനസ്സിൽ ഫുള്ളായിട്ട് വിചാരിക്കട്ട. പേരിന്റെ ഓരോ അക്ഷരങ്ങളും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയും കയ്യന്തരി പേര് വിചാരിച്ചുകൊണ്ടേയിരിക്കട്ട. മനസ്സിൽ വിചാരിച്ചു ഫുള്ളായി വിചാരിച്ച എല്ലാ അക്ഷരങ്ങളും മൊത്തം വിചാരിച്ച. ഓക്കെ. ഞാനൊരു പേര് എഴുതിയിട്ടുണ്ട്, ശരിയാണെന്ന് അറിയില്ല. നിങ്ങൾ പേരെന്താന്ന് പറയും? ഹംസക്കെ. എങ്ങനെയുണ്ട്? അടിപൊളി പരിപാടി. പേര് പറയും. രാഹുൽ. ഓക്കെ. ചെയ്യേണ്ടത്, മനസ്സിൽ ഒരു മലയാള ഫിലിം ആക്ടർ ഇല്ലേ, മലയാളത്തിലുള്ള ഒരു ഫിലിം ആക്ടറിന്റെ മനസ്സിലുള്ള ആ പേര് നല്ലോണം വിചാരിച്ചില്ലേ? പേര് മലയാള ഫിലിം ആക്ടർ അല്ലേ, മലയാളം അല്ലേ? പേര് ഫസ്റ്റ് മുതൽ ലെറ്റർ ഇല്ലേ, ഓരോ ലെറ്റർ മുതൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വിചാരിച്ചുകൊണ്ടിരിക്കും. ഓരോ അക്ഷരം ബൈ അക്ഷരം. രണ്ട് ഭാഗമുള്ള പേരുള്ള ആളാണ്. ഉദാഹരണം സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊക്കെ പോലെ അങ്ങനെയുള്ള കണ്ടുപിടിക്കും ആണെയാണ് അല്ലെങ്കിൽ. ഓക്കെ. എന്റെ കയ്യിലോട്ട് ടച്ച് ചെയ്യും. ആ പേര്, ആളുടെ രൂപം പേരും മനസ്സിൽ വിചാരിച്ചുകൊണ്ടേയിരിക്കും. ഫസ്റ്റത്തെ അക്ഷരം മാത്രം വിചാരിക്കും. ഫസ്റ്റത്തെ ലെറ്റർ മാത്രം വിചാരിക്കും. ഓക്കെ. ആ പേര് മൊത്തമായിട്ട് ഇമാജിൻ ചെയ്യുക. ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് പഠിക്കുന്ന ഇമേജ് വിചാരിച്ചുകൊണ്ടിരിക്കും. ഫഹദ് ഫാസിൽ. ഓക്കെ. ഇപ്പൊ ഫൈജാസിനെ വെച്ചിട്ട് ഒരു മെന്റലിസ്റ്റ് ചെയ്യാൻ പോകുന്നതാ. ഈ ലോകത്തിലുള്ള ഏതൊരാളുടെയും പേര് മനസ്സിൽ വിചാരിക്കും. ഓക്കെ. അക്ഷരം മലയാളമാണെങ്കിൽ മലയാളം നിനക്ക് എങ്ങനെ മൈൻഡിൽ ഉണ്ടായിരുന്നു അതുപോലെ മനസ്സിൽ വിചാരിക്കുക. സെലിബ്രിറ്റിയാണ്. എഴുതാൻ ശ്രമിക്കാം. നമുക്ക് അതിന് ശ്രമിച്ച് നോക്കാം. ശരിയാവുന്നറിയില്ല. ആ പേരിന്റെ ഓരോരോ അക്ഷരം ആയിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ടച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ണി നോക്ക്. പേരിങ്ങനെ ഇമാജിൻ ചെയ്യാം. ഫുള്ള് പേരിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കിയില്ല. പേര് ഇമാജിൻ ചെയ്ത് നോക്കി. ഇത് കയ്യിൽ വെച്ചോ. എഴുതിയിരുന്ന ഒരു പേര്. എന്തായിരുന്നു പേരെന്ന് പറ. യൂസഫ് അലി. എന്റെ പേര് യൂസഫ് അലി. അത് തുറന്നു നോക്ക്. എന്റെ പേരാണോ?